അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും മാരകമായ ദീർഘദൂര പ്രതിരോധ ആയുധങ്ങളിലൊന്നായ ടോമോഹാക് ക്രൂയിസ് മിസൈൽ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടതായി പ്രഖ്യാപിച്ച ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വായുപരിധി കടന്നുകയറാൻ ശ്രമിച്ച അത്യാധുനിക അമേരിക്കൻ മിസൈലിനെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ തകർത്തതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഇറാനിലെ കർമാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഖനൂജ് കൗണ്ടിക്ക് മുകളിലൂടെ പറക്കുകയായിരുന്ന ഘട്ടത്തിലാണ് മിസൈൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ റഡാറുകളിൽ പതിഞ്ഞത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്കിടയിലാണ് ഈ തന്ത്രപ്രധാനമായ പ്രതിരോധ നേട്ടം ഇറാൻ കൈവരിച്ചത്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ പ്രസ് ടിവി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ മിസൈൽ അതിർത്തി ലംഘിച്ച നിമിഷം തന്നെ ഇറാൻ പ്രതിരോധ സേന അതിനെ കൃത്യമായി നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്തു. സെക്കൻഡുകൾക്കകം വിക്ഷേപിച്ച പ്രതിരോധ മിസൈൽ ടോമഹാക്കിനെ നേരിട്ട് പ്രഹരിച്ച് വായുവിൽ വെച്ച് തന്നെ തകർക്കുകയായിരുന്നു. അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ഏറ്റവും പ്രഹരശേഷിയുള്ള പരമ്പരാഗത ആയുധങ്ങളിൽ ഒന്നാണ് ടോമഹാക് ക്രൂയിസ് മിസൈലുകൾ. 1600-ലധികം കിലോമീറ്റർ അകലെയുള്ള ശത്രുതാപരമായ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ തടയുക എന്നത് വളരെ സങ്കീർണമായ ദൗത്യമാണ്. ഭൂപ്രകൃതിക്ക് തൊട്ടുമുകളിലൂടെയും റഡാറുകളുടെ കണ്ണുവെട്ടിച്ചും വളരെ താഴ്ന്നു പറക്കാൻ ശേഷിയുള്ള ടോമഹാക് മിസൈലിനെ ഇറാൻ പ്രതിരോധ സംവിധാനം വിജയകരമായി വെടിവെച്ചിട്ടത് പാശ്ചാത്യ സൈനിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ അത്യാധുനിക റഡാറുകളുടെയും മിസൈൽ കവചങ്ങളുടെയും കാര്യക്ഷമതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ വിജയകരമായ പ്രതിരോധത്തിലൂടെ തങ്ങളുടെ രാജ്യത്തിന്റെ വായുപരിധി സംരക്ഷിക്കാൻ വ്യോമ പ്രതിരോധ ശൃംഖല പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ ഭരണകൂടവും സൈനിക വക്താക്കളും പ്രഖ്യാപിച്ചു. എത്ര കടുത്ത വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഇറാൻ പ്രതിരോധ സേനയ്ക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. തങ്ങളുടെ പരമാധികാരവും വായുപരിധിയും ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിക്കും കൃത്യവും വിനാശകരവുമായ മറുപടി നൽകുമെന്ന ഇറാൻ സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകി. ഇനിയുണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റവും കനത്ത പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുമെന്ന വാഷിംഗ്ടണിന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന ലൊക്കേഷനുകൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന നടത്തുന്ന മിസൈൽ വ്യോമാക്രമണങ്ങൾക്ക് തടയിടാൻ ഇറാൻ ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. ടോമഹാക് മിസൈൽ വെടിവെച്ചിട്ടതിന് പിന്നാലെ തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇറാൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത മിസൈലിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശവാദം സത്യമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ശത്രുവിന്റെ പ്രഹരശേഷിയുള്ള ആയുധങ്ങളെ തകർത്തത് ഇറാന്റെ സൈനികരുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും മികച്ച വിനാശകരമായ ആയുധങ്ങളെ പോലും തകർക്കാൻ തങ്ങളുടെ പ്രാദേശിക നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് അവർ വാദിക്കുന്നു. മറുവശത്ത് ടോമഹാക് പോലെയുള്ള വൻകിട മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തകരുന്നത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. കൃത്യതയ്ക്കും പ്രഹരശേഷിക്കും പേരുകേട്ട ഇത്തരം ആയുധങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരാൻ ഇതിടയാക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. തങ്ങളുടെ മിസൈൽ വെടിവെച്ചിട്ടതായി ഇറാൻ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ കുറിച്ച് പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായി മൗനം പാലിക്കുകയാണ്. എങ്കിലും ഖനൂജ് കൗണ്ടിക്ക് മുകളിലുണ്ടായ ഈ ഏറ്റുമുട്ടൽ മേഖലയിലെ യുദ്ധാന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ അമേരിക്കൻ മിസൈലുകൾ നേരിട്ട് പരാജയപ്പെടുന്നത് ഭാവിയിലെ സൈനിക തന്ത്രങ്ങളെ മാറ്റിയെഴുതാൻ ഇരുപക്ഷത്തെയും നിർബന്ധിതരാക്കും. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നുമാണ് സാധാരണയായി ടോമഹാക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. ഇത്തരമൊരു മിസൈൽ ആകാശത്ത് വെച്ച് തകർക്കപ്പെട്ടത് അമേരിക്കൻ നാവികസേനയ്ക്കും വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാന്റെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ഖോർദാദ് 15, ഭാവർ 373 എന്നിവയാണോ ഈ മിസൈൽ തകർക്കാൻ ഉപയോഗിച്ചതെന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പാശ്ചാത്യ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ ഇറാൻ കൈവരിച്ച സാങ്കേതിക പുരോഗതി ഇതിലൂടെ വ്യക്തമാകുന്നു. സ്വന്തം മണ്ണിലേക്ക് തൊടുത്തുവിട്ട അമേരിക്കൻ മിസൈൽ വിജയകരമായി വീഴ്ത്തിയത് ഇറാനിയൻ ജനതയ്ക്കിടയിലും വലിയ ദേശീയ വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാശ്ചാത്യ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ തങ്ങൾ കീഴടങ്ങില്ല എന്ന സന്ദേശമാണ് രാജ്യം നൽകുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ വ്യോമ പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്നതിന്റെ സൂചനയാണിത്. അമേരിക്ക കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഇറാനും തങ്ങളുടെ മുഴുവൻ വ്യോമ പ്രതിരോധ ശേഷിയും പുറത്തെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ആകാശയുദ്ധം പശ്ചിമേഷ്യയിലെ മറ്റയൽ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. വ്യോമപാതകൾ അടയ്ക്കാനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളും നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ ടോമഹാക് മിസൈൽ തകർത്ത സംഭവം അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധതന്ത്ര വിദഗ്ധർ വളരെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. റഡാർ സാങ്കേതിക വിദ്യയിലും മിസൈൽ പ്രതിരോധത്തിലും ഇറാൻ കൈവരിച്ച മുന്നേറ്റം പാശ്ചാത്യ ലോകത്തിന് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു.
മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. സൈനിക ബലപ്രയോഗത്തിലൂടെ പരസ്പരം തകർക്കാൻ ശ്രമിക്കുന്ന ഇരു രാജ്യങ്ങളുടെയും നിലപാടുകൾ പശ്ചിമേഷ്യയെ വൻ ആപത്തിലേക്ക് തള്ളിവിടുന്നു.